അവര് ഖബർസ്ഥാനിന്റെ അകത്തുകൊണ്ട് എഴുന്നേറ്റ് വരികയാ. അവരുടെ വയറുകൾ കണ്ടല്ലോ പർവ്വതങ്ങളെ പോലെ ഇങ്ങനെ ഉയർന്നിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവർ ഖബർസ്ഥാനിന്റെ അകത്തുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവരുടെ വയറുകളാണെങ്കിലോ പർവ്വതത്തിന്റെ സമാനമായി കൊണ്ട് വയറുകൾ ഇങ്ങനെ പൊന്തി നിൽക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, മലൂവതോ മിൻ ഹയ്യത്തിൻ വൽ അഖാരിബാ. അവരുടെ വയറ്റിന്റെ അകത്താണെങ്കിലോ മുഴുവനും സർപ്പങ്ങളും തേളുകളും അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുത്തിവിളിച്ചുകൊണ്ട് കടന്നു വരുമെന്ന മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? നാളെ ഖബർസ്ഥാനിന്റെ അകത്തുനിന്നുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വയറുകളെല്ലാം പർവ്വതത്തിനോട് തുല്യമായി കൊണ്ട് ആ വയറ്റിന്റെ അകത്താണെങ്കിലോ പാമ്പുകളാണ് അല്ലാഹ്, തേളുകളാണ് സഹോദരാ. അവരാരെന്നറിയുമോ? യംനഊന സകാത്താ. അവര് സകാത്ത് കൊടുക്കാത്തവരാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് നൽകിയത് അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. ആ നിഅമത്ത് റബ്ബ് നമുക്ക് നൽകിയിട്ട് നമ്മൾ സകാത്ത് കൊടുക്കാത്ത ആളുകളാണോ നിങ്ങളെങ്കിൽ നാളെ മഹ്ശയുടെ മുറ്റത്തോട്ട് കടന്നു വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വയറുകളുണ്ടല്ലോ പർവ്വതത്തോളം ഉയർന്നുകൊണ്ട് വയറ്റിന്റെ അകത്തുനിന്നുകൊണ്ട് പാമ്പുകളും തേളുകളും കൊത്തിവലിച്ചുകൊണ്ട് മഹ്ശയുടെ മുറ്റത്തോട്ട് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മൂന്നാമത്തെ വിഭാഗമാണ്. ഹബീബ